മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് SP ശ്രീകുമാറും ഭാര്യ സ്നേഹ ശ്രീകുമാറും. ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും. മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും SP ശ്രീകുമാറും സ്നേഹ ശ്രീകുമാറും സജീവമാണ്. ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ്. ഇടയ്ക്കിടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുള്ള സ്നേഹ ശ്രീകുമാറിന്റെയും SP ശ്രീകുമാറിന്റെയും പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്. 2019 ഡിസംബർ മാസത്തിലായിരുന്നു SP ശ്രീകുമാറും സ്നേഹ ശ്രീകുമാർ വിവാഹിതരായത്. ഇരുവർക്കും കൂടെ 2023 ഒരു ആൺകുഞ്ഞ് പിറന്നത്. ഇപ്പോഴിതാ കുഞ്ഞിന് 2 വയസ്സ് തികയുമ്പോഴത്തേനും പുതിയൊരു അതിഥി കൂടെ വീട്ടിലേക്ക് എത്തിയതിന്റെ സന്തോഷമാണ് ഇരുവരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. നിരവധി പേരാണ് സ്നേഹയ്ക്കും ശ്രീകുമാറിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായി എത്തിയത്. സ്നേഹയും മകനും ചേർന്ന് സ്വന്തമായൊരു കാറ് വാങ്ങാൻ വേണ്ടി പോയതിന്റെ വിശേഷങ്ങളാണ് സ്നേഹ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. സ്നേഹയ്ക്ക് 8 വർഷമായി കൂടെ ഒരു കാർ ഉണ്ടായിരുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ആ കാർ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇതാ പുത്തൻ കാറ് വാങ്ങിയതിന്റെ സന്തോഷമാണ് സ്നേഹ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. തന്റെ ഭർത്താവ് SP ശ്രീകുമാറിന് ഉപ്പുമുളകും പരമ്പരയുടെ സീസൺ 3 ഷൂട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാറ് വാങ്ങാൻ വരാൻ സാധിച്ചില്ല. സ്നേഹ ശ്രീകുമാർ തന്നെ മുമ്പൊരിക്കൽ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരുന്നു തനിക്കൊരു കാറുണ്ടായിരുന്നുവെന്ന്. ആ കാറിലായിരുന്നു ഷൂട്ടുള്ള ദിവസങ്ങളിൽ ഉറക്കം പോലും. തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്കും പാലക്കാട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കുമൊക്കെ യാത്ര ചെയ്തിരുന്നത് സ്നേഹയുടെ ആ കാറിലായിരുന്നു. ഇപ്പോഴിതാ ഇതിനെല്ലാം പിന്നാലെ സ്വന്തമായി വീണ്ടും ഒരു കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് സ്നേഹ ശ്രീകുമാറും SP ശ്രീകുമാറും. ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. വെൽക്കം ടു അവർ ഫാമിലി എന്ന് ക്യാപ്ഷൻ ഇട്ടുകൊണ്ടായിരുന്നു സ്നേഹ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വീഡിയോ പങ്കിട്ടത്. താരത്തിന്റെ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി. മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരജോഡികളാണ് സ്നേഹ ശ്രീകുമാറും ഭർത്താവ് SP ശ്രീകുമാറും. ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണോ?